ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ പറ്റിയ നല്ലൊരു കോംബോ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു കറി റെസിപ്പി കാണിക്കുന്നുണ്ട് ഞാൻ. പാർട്ടിയിലൊക്കെ ഉണ്ടാക്കുന്ന അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് കമ്മീറേൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതിനേക്കായിട്ട് കുറച്ച് മൈദമാവ് നമ്മളൊന്ന് പൊങ്ങാനായിട്ട് വെക്കുന്നുണ്ട്. അതിലേക്കായിട്ട് ഒരു 3/4 ടീസ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയില്ലേ അരക്കപ്പ് പാൽ, ഇളം ചൂടുള്ള പാൽ കേട്ടോ, അരക്കപ്പ് ഇളം ചൂടുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് മൊത്തം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ. ഒരുപാട് ടൈമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുത്തുള്ളത്. ഇനി കുറച്ച് വലിയ തരിയുള്ള ഈസ്റ്റാണ്. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കി അടച്ച് വെക്കുക കേട്ടോ. ഇപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മിക്സ് ആക്കി ഉടനെ തന്നെ നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 കപ്പ് 250 ml കപ്പ് അളവിന് 2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തു. ഇനി 1/4 കപ്പ് മിൽക്ക് പൗഡർ, പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് മൈദയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതില്ലേ ഈ പാലിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇത് നിങ്ങൾ കുഴച്ചെടുക്കുന്ന സമയത്ത് ഞാനൊരു പരുവം കാണിച്ചു തരാം. ആ പരുവം വരെ കുഴച്ചെടുക്കുക. കുഴച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളം ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ പാൽ തന്നെ ചേർക്കണമില്ല. നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക, പച്ചവെള്ളം ചേർത്ത് കൊടുക്കുക. ഇനിയല്ല പാൽ ചേർക്കണേ പാൽ ചേർക്കാം, എന്തായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ ഈ ഒരു സ്റ്റിക്കി പരുവുണ്ടല്ലോ, ഈ ഒരു രീതിയിൽ നിങ്ങൾ മൈദ കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ, സാദാ ഓയിലായാലും ഒലിവ് ഓയിലായാലും ഒന്നുകൂടെ ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ രണ്ടായാലും കുഴപ്പമൊന്നുമില്ല, കയ്യിലുള്ളതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ച് നമുക്ക് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. അത് മാവൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരുപാട് തണുപ്പുള്ള ഏരിയയിലൊക്കെ ആണെങ്കിൽ ഒരു 2 മണിക്കൂർ വെക്കുക. അപ്പോഴത്തേക്കും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതവിടെ പൊങ്ങാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു കറി ഉണ്ടാക്കുന്നുണ്ട്. ഇതൊരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. ഞാൻ പാർട്ടിയിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ, ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അതിലേക്കായിട്ട് 1/2 കിലോ ചിക്കൻ കറി പീസായിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. എരിവിനായിട്ടുള്ള നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കില്ലേ, അതിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾ 1 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഈ മിക്സ് ആക്കുമ്പോൾ മറന്നുപോയി, ഞാനിപ്പോൾ അത് രണ്ടാമത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ 1 ടീസ്പൂൺ കോൺഫ്ലവർ അതും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ നല്ല ചെറുതായിട്ടൊരു ക്രിസ്പിനെസ്സും ആ ഒരു സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. മസാലയൊന്നും ഒരുപാട് എണ്ണയിലേക്ക് പോവാതെ അതിൽ തന്നെ പറ്റി പിടിച്ചിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് അവിടെ മാറ്റി വെച്ചാൽ നല്ലത്. ഞാനിപ്പോൾ ഇപ്പം തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലൊന്ന് ചിക്കൻ ഇട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 2 ഭാഗവും ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. ഒരുപാടൊന്നും കുക്ക് ചെയ്യണം. നമ്മൾ തേങ്ങാപ്പാലിലൊക്കെ ഇട്ടിട്ട് ഇത് കുക്കാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് കുക്കാക്കി എടുത്താൽ മതി. ഇതുപോലെ ഒന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഞാനൊരു വേറൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വേറൊരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സെയിം പാനാണ് വെച്ച് കൊടുത്തുള്ളത്. അതുകൊണ്ടാണ് അതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കുമ്പോൾ എടുത്തിട്ടുള്ള ആ ഒരു എണ്ണയില്ലേ, അത് ഓയിലാണെങ്കിൽ ഓയിൽ, വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ, അത് തന്നെ എടുക്കുക കേട്ടോ സെയിം. എന്നിട്ട് അതിലേക്ക് 2 ചെറിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ കേട്ടോ. അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സവാളൊക്കെ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കുക. ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്കിത് നിങ്ങളെ വീട്ടിൽ ചിക്കനൊക്കെ ഫ്രൈ ആക്കിയിട്ട് ബാക്കി വരില്ലേ, ചിക്കൻ ഫ്രൈ ഒക്കെ ബാക്കി ഉണ്ടാകുമ്പോൾ ചെയ്യാൻ പറ്റിയ നല്ല ഒരു കറിയാട്ടോ. എളുപ്പമാണ് അങ്ങനെ ആകുമ്പോൾ. ഞാൻ അങ്ങനെ ചെയ്യുന്നൊരു റെസിപ്പി ആട്ടത്. ഇപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് കാണിച്ചു തരുന്നേ ഉള്ളൂ. അതിലേക്ക് ഇതാ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തതും. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ വീതം രണ്ടും അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. അതുവരെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇടക്കൊന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ അതും നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ചിക്കൻ ഇല്ല, അത് ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഇത് ഭയങ്കര സിമ്പിളാട്ടോ. നിങ്ങളെ കയ്യിൽ ചിക്കൻ ഫ്രൈ ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഭയങ്കര സിമ്പിളല്ലേ. ഈ സവാളയും തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കേണ്ട കാര്യമല്ലോ കേട്ടോ. ബാക്കി എല്ലാ കാര്യങ്ങളും ഭയങ്കര ഈസിയാണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന കറി ഉണ്ടല്ലോ, ഒരു റിച്ച് ടേസ്റ്റുള്ള കറിയാട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ ഞാനൊരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മിക്സ് ആക്കിയിട്ട്. അപ്പോൾ അതിന് ശേഷം ഒന്ന് മൊത്തം ഒന്ന് ഇളക്കി നോക്കാം. ഇങ്ങനെ തന്നെ ഇത് കഴിക്കാനില്ലേ നല്ല ടേസ്റ്റാട്ടോ. പൂരീൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷേ നമ്മൾ ഇതിൽ ഒന്നുകൂടെ അതാ ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഇത് കണ്ടോ, നല്ലൊരു റോസ്റ്റഡ് സംഭവമായിട്ട് നല്ല അടിപൊളി ഡിഷ് തന്നെയാണ് ഇതും. ഇങ്ങനെ കഴിക്കുന്നവർക്ക് ഇങ്ങനെ കഴിക്കാം. പക്ഷെ ഞാനിതിൽ കുറച്ചുകൂടെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്.
അപ്പോൾ ഇതാ ആ ഒരു ചിക്കൻ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് ആ എണ്ണയിലേക്ക് ഇതാ നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി തന്നെ ചേർത്ത് കൊടുത്തു. ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയെല്ലാം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. നമ്മൾ ആ തേങ്ങാപ്പാലിലേക്കുള്ള ആ ഒരു സ്പൈസിനെസ്സും ചെറിയൊരു സ്പൈസിനെസ്സും കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മൾ ചിക്കനിൽ ചേർത്ത് കൊടുക്കുമ്പോൾ അത് തന്നെ ഉണ്ടാവും ആ ഒരു ഗ്രേവിക്ക്. എന്നാലും കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പൈസി ഒട്ടും വേണമെങ്കിൽ ഒട്ടും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, ഒരു നിർബന്ധമില്ല. അതിനുശേഷം ഒരു ഹാഫ് തേങ്ങേൻ്റെ പാല്, 1/4 പാൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ലൂസായിട്ട് തന്നെ എടുക്കുക, കാര്യം നമ്മളിതിൽ ഇത് വറ്റിച്ച് കുറുക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ അതൊന്ന് തിളച്ച് നല്ല കുറുകി നല്ല സെറ്റായിട്ട് നമ്മൾ കറിക്ക് എങ്ങനെയാണോ നമുക്ക് കറിക്ക് വേണ്ടത് അങ്ങനെ ആക്കിയെടുക്കുക. ഞാനിതിലേക്ക് കുറച്ച് മല്ലിയിലില്ല അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മളെ കറിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. നിങ്ങളൊരു പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. എന്നാൽ ഉണ്ടാക്കാൻ ഭയങ്കര ഈസി അല്ലേ. അപ്പോൾ ഇതാ ഈ ഒരു ടെക്സ്ചർ ഞാൻ ഈ ഒരു രീതിയിൽ ഞാൻ നിർത്താൻ വേണ്ടിയിട്ട് പോവാണ്. നിങ്ങൾക്ക് ഒന്നും കൂടെ ഡ്രൈ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കുക. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇത് ഇരിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറുകി സെറ്റായിട്ട് വരും. നല്ല ടേസ്റ്റായിട്ടാണ്, ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. നെയ്ച്ചോറിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, പൊറോട്ടേൻ്റെ കൂടെ, പൂരീൻ്റെ കൂടെ, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഖമീറേൻ്റെ കൂടെ, ബട്ടൂരേൻ്റെ കൂടെ എല്ലാം കോമ്പിനേഷനായിട്ട് വരും. അപ്പോൾ നമ്മളെ കറി സെറ്റായിട്ടുണ്ട്. നമ്മളെ മാവ് പൊങ്ങിയോ നോക്കാം. ഇത് പൊങ്ങാൻ വെക്കുന്ന ആ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് നമ്മൾ കറി സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ മാവൊക്കെ പൊങ്ങി. ഞാൻ കറക്റ്റ് 1 മണിക്കൂറാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് പൊങ്ങിയിട്ടില്ലേ കുറച്ച് സമയം കൂടെ വെച്ച് കൊടുക്കാം കേട്ടോ. 1 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി കിട്ടും. അപ്പോൾ ഇതായത് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരുപാട് കുഴച്ച് ഉരുട്ടിയെടുക്കണ്ട, ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സാക്കി എടുത്തു. ഇതാ ഈ ഒരു സ്റ്റിക്കി ആ ഒരു പരുവം കണ്ടല്ലോ, ഒരുപാട് ഹാർഡാക്കി നിങ്ങൾ കുഴച്ച് വെക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ ഖമീർ അത്ര നന്നാവില്ല. ഈ ഒരു പരുവത്തിന് വേണം നിങ്ങൾ എടുക്കാൻ. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് ഇനി ഇത് ഓരോ പോർഷനായിട്ട് നമുക്ക് എടുക്കാം. ഓരോ ഉരുളകളാക്കിയിട്ട് വെക്കൂലേ, അതുപോലെ ആക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഒന്നുമില്ല കേട്ടോ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരുപാട് നമ്മൾ പത്തിരി പരത്തുന്ന പോലെ ഒന്നും പരത്താനൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പരത്തി എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളിത് ഉണ്ടാക്കുന്ന സമയത്ത് ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്കാണെങ്കിലും നമ്മളിപ്പോൾ രാത്രിയിലേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളൊരു 3 മണിയൊക്കെ ആകുമ്പോൾ വൈകുന്നേരം കുഴച്ചൊക്കെ വെക്കുക, അല്ലെങ്കിൽ 4 മണിക്കൊക്കെ കുഴച്ച് വെക്കുകയാണെങ്കിൽ അത് 1 മണിക്കൂർ കഴിയുമ്പോൾ പൊങ്ങി വരും, അല്ലെങ്കിൽ 2 മണിക്കൂർ ആകുമ്പോഴത്തേക്കും പൊങ്ങി വരും. പക്ഷേ നിങ്ങൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, വേഗം ഉണ്ടാക്കണമല്ലോ അങ്ങനെ ചിന്തിക്കണ്ട. നിങ്ങളിപ്പോൾ രാത്രി ഒരു 9 മണിക്കോ അല്ലെങ്കിൽ 10 മണിക്കോ ഒരു 8 മണിക്കോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതുവരെ അത് പുറത്ത് നിന്നോട്ടോ, ഒരു കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് ചുടുന്നതിൻ്റെ കുറച്ച് മുമ്പ് പരത്തി വെച്ചാൽ മതി. ഒരുപാട് സമയം പരത്തി വെക്കണ്ട, പക്ഷെ ഇങ്ങനെ മാവായിട്ട് നിന്നാലും ഒരു കുഴപ്പമില്ല. ഫ്രിഡ്ജിലേക്കൊന്നും വെക്കേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങൾക്ക് രാത്രി മാവ് കുഴച്ച് വെച്ചാൽ കുഴപ്പമില്ല. രാവിലെ വരെ മാവ് പുറത്ത് നിന്നോട്ട് ഒരു കുഴപ്പമില്ല. രാവിലെ പരത്തിയിട്ട് ചുട്ടെടുത്താൽ മതി കേട്ടോ. അത് തിരിച്ചും അങ്ങനെയൊക്കെ തന്നെ, പുറത്തിരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ഫ്രിഡ്ജിലേക്കൊന്നും വെക്കണ്ട. അപ്പോൾ ഇത് ഞാൻ ഓരോ ഉരുളകളായിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നത്. ഒരുപാട് പരത്തണ്ട. നമ്മൾ കുബൂസിനൊക്കെ എടുക്കുന്ന ആ ഒരു കട്ടി ഉണ്ടല്ലോ, ഈ ഒരു തിക്നെസ് കേട്ടോ. 2 ചപ്പാത്തി വെക്കുന്ന ആ ഒരു കട്ടിക്ക് പരത്തിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് കട്ടിക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഖമീറ നമ്മൾ കുറച്ച് കട്ടിക്കാണ് എടുക്കുക. ഞാനിപ്പോൾ എനിക്ക് ഈ ഒരു ടൈപ്പാണ് ഇഷ്ടം, അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു. ഞാനൊരു എഗ്ഗ് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്ന് എഗ്ഗ് വാഷ് ചെയ്ത് കൊടുത്തു. മുകളിൽ ഇങ്ങനെ എഗ്ഗ് ഒന്ന് ബ്രഷ് ചെയ്തു, ഒരു സ്പൂൺ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വാഷ് ചെയ്ത് കൊടുക്കാം. മുകളിലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം. എന്നിട്ടില്ലേ വൈറ്റ് വെള്ളമോ ബ്ലാക്ക് വെള്ളമോ നിങ്ങൾക്ക് സ്പ്രെഡ് ആക്കി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ രണ്ടും കൂടെ മിക്സ് ആക്കിയിട്ട് സ്പ്രെഡ് ആക്കി കൊടുത്തു. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പൂരി പോലെ തന്നെ ഫുള്ളായിട്ട് പൊരിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതിങ്ങനെ പകുതി ഞാനിപ്പോൾ ഇതാ ഇങ്ങനെ 3 ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെത്തില്ലേ, അത് അങ്ങനെ പൊരിച്ചെടുക്കാം. ഞാൻ അതും അല്ലെങ്കിൽ 4 ആക്കി ഇങ്ങനെ ആക്കിയിട്ട് അതാ ഇതുപോലെ ആക്കി എടുത്തിട്ടും പൊരിച്ചെടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ അത് ഇങ്ങനെയാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. എങ്ങനെയായാലും കുഴപ്പമില്ല, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കിയെടുത്തോ. പിന്നെ നമ്മളിങ്ങനെ എള്ളാക്കി ഇതിൻ്റെ മുകളിൽ സ്പ്രെഡാക്കി വിചാരിച്ചിട്ട് ഈ എള്ളൊന്നും എണ്ണയിലേക്ക് വീണ് എണ്ണ മോശമാവുകയോ അല്ലെങ്കിൽ ഇതിലില്ലാതെ ഇരിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. നിങ്ങൾക്ക് കാണാം ഞാൻ വൈറ്റ് എള്ളും ബ്ലാക്ക് എള്ളും രണ്ടും മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവിടെ ഒട്ടി അങ്ങനെ ഇരുന്നോളൂ കേട്ടോ. എണ്ണയിലൊന്നും പോയി ഒരുപാട് ഇങ്ങനെ അതിൽ മിക്സായി പോയി എണ്ണ മോശമായി അല്ലെങ്കിൽ ഇതിലില്ലാണ്ടിരിക്കുക അങ്ങനെ ഒന്നും ആവില്ല കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കുക, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ആ എഗ്ഗ് നമ്മൾ അതിനാണ് എഗ്ഗ് വാഷ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ അതിൽ അവിടെ ഡിപ്പായിട്ട് ഇങ്ങനെ എന്താ പറയുക ഒട്ടിപ്പിടിച്ച് നിന്നോളും കേട്ടോ. ഇനിയിപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഞാനിതാ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വലിയ ഫാനാണെങ്കിൽ കുറച്ച് അധികം ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ചട്ടി ആയതുകൊണ്ട് ഇതാ ഇതുപോലെ 3 ഇട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പൊങ്ങി വരും കേട്ടോ. ഉള്ളു അധികം വേവാനോ ഒന്നുമില്ല. തിരിച്ച് ഒരു നമുക്ക് ഏത് കളറാണോ ഇഷ്ടം, ഒരു ഗോൾഡൻ കളർ, ആ ഒരു കളറിലേക്ക് എത്തുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ കുക്കായി വരും. ഇടലും എടുക്കലും അത്രേ ആവശ്യമുള്ളൂ കേട്ടോ. നമ്മൾ ഒരു കളറാക്കി എടുക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ എണ്ണ നന്നായി ചൂടായി കിട്ടിയാൽ ഈ കളറും പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ട്രിപ്പ് നമ്മളിത് റെഡി ആയിട്ടുണ്ട്. ഞാനിത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം.
കേട്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ. നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ അല്ലേ നമ്മൾ ചൂടോടെ പരത്തി വെച്ചോ, കുറച്ച് നേരത്തെ തന്നെ പരത്തി വെച്ചോ. പരത്തി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പ്ലേറ്റിലാക്കി ഞാൻ കാണിച്ചു തന്നെ അതുപോലെ വെച്ചോ. എന്നിട്ട് നിങ്ങൾ കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇങ്ങനെ ചൂടോടെ, തണുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചൂടോടെ കഴിക്കാൻ കറീൻ്റെ കൂടെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പൂരി പോലെയോ ഒന്നുമല്ല, നല്ലൊരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നമ്മളിതിൽ പാലും മിൽക്ക് പൗഡറും ഒക്കെ ചേർക്കുന്നതല്ലേ. നമ്മളിങ്ങനെ തന്നെ ബട്ടൂര ഉണ്ടാക്കും. ബട്ടൂരേൻ്റെ മിക്സിങ്ങിന് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ഇത്ര പാൽപ്പൊടിയൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കൂല. കമീറക്ക് നമ്മൾ പാൽപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അപ്പം ഞാൻ പറഞ്ഞ രീതികളൊക്കെ വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഫ്ലോപ്പ് ആവില്ല, നിങ്ങൾക്ക് നല്ല റെസിപ്പി തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഉള്ളിൽ കട്ട് ചെയ്ത് കാണിച്ചു തന്നതാണ് കേട്ടോ. ഇതിങ്ങനെ നമ്മളെ ഇപ്പം ഉണ്ടാക്കുക കറിയില്ല, അത് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു കറിയാട്ടോ. പക്ഷെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ട് നന്നായിട്ടുള്ള കുറേ കറികളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ റെസിപ്പി ആയിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് ട്രൈ ആക്കി നോക്കിക്കോട്ടോ. മുന്നേയൊക്കെ ഞാൻ ഒരുപാട് റെസിപ്പികളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെ കറിയും ഇരുന്നിട്ട് ഇതാ കുറുകി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കറി കൂട്ടി കഴിക്കാനുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ആക്കി നോക്കിക്കോട്ടോ. മസ്റ്റ് ട്രൈ ആണേ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.